സന്തോഷി, നമസ്തേ. 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 പക്ഷെ നമ്മളിന്ന് ആധുനിക യുഗത്തിലാണ് ജീവിക്കുന്നത് പറയുന്നത്. അതെ 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 അതെ. അപ്പൊ ആധുനിക യുഗത്തിൽ ആധുനിക മനുഷ്യരാണ് ജീവിക്കുന്നത്. അതെ. ആധുനിക മനുഷ്യൻ എന്ന് പറയുമ്പോൾ മനുഷ്യൻ എന്നുള്ളത് വേറൊരു ചിന്താഗതിയുടെ ഭാഗമായിട്ട് മാറും. വേറൊരു ഉത്തരം പോലെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതെ അതെ. അപ്പൊ മനുഷ്യനും ആധുനിക മനുഷ്യനും ആധുനിക യുഗം എന്നൊക്കെ പറയും. യുഗം എന്ന് പറയുന്നതും ഈ പറഞ്ഞ യുഗവും ആധുനിക യുഗവും രണ്ടും രണ്ടാണ്. മനുഷ്യൻ ആധുനിക മനുഷ്യൻ രണ്ടും രണ്ടാണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? മനുഷ്യനിൽ നിന്നും ആധുനിക മനുഷ്യനിലേക്ക് വന്നപ്പോ എന്തൊക്കെയാണ് പുരോഗതി ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെയാണ് നേട്ടം ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെയാണ് മേന്മയുള്ളത്? അതോ മേന്മയാണോ ഉണ്ടായിട്ടുള്ളത്? ഇത് മൂല്യം വർദ്ധിക്കുകയാണോ ചെയ്തിരിക്കുന്നത്, മൂല്യച്യുതിയാണോ സംഭവിച്ചിരിക്കുന്നത്? എന്താണ് അതിന്റെ വ്യത്യാസം എന്നൊന്ന് മനസ്സിലാക്കി തരാമോ? തീർച്ചയായിട്ടും ഒന്ന് പറയാൻ ശ്രമിക്കാം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനനശാലിയായിട്ടുള്ള ജീവി, അതായത് മനനം ചെയ്യുവാൻ ശേഷിയുള്ള ജീവി എന്നുള്ളതാണ് മനുഷ്യൻ. മെൻഷൻ ചെയ്യുവാൻ, മനനം ചെയ്യുവാൻ ശേഷിയുള്ള ജീവി, അതാണ് മനുഷ്യൻ. മനുഷ്യൻ എന്നൊക്കെ പറയും. ഇതാണ് ഏറ്റവും ആദ്യം അറിയേണ്ടത്. അത് മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തരാണ് മനുഷ്യൻ. കാരണം ജീവന്റെ സൃഷ്ടിയെക്കുറിച്ച്, പരമമായിട്ടുള്ള ആ വൈഭവത്തെക്കുറിച്ച് പൂർണ്ണ ജ്ഞാനം സിദ്ധിച്ച, അത് മനസ്സിലാക്കിയിട്ടുള്ള ആളുടെ പേരാണ് മനുഷ്യൻ. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന ആ മനുഷ്യരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് നമ്മൾ. ഓരോ മന്വന്തരത്തിലും വരുന്ന മനുഷ്യന്റെ ഓരോ മനുക്കൾക്കും കാലമുണ്ട്. ഇപ്പോ 6-ാം മന്വന്തരം കഴിഞ്ഞ് 7-ാമത്തതിലേക്ക് വരുമ്പോൾ അത് സാവർണികം എന്ന് പറയുന്ന മനുവിന്റെ മന്വന്തരത്തിലേക്ക് വരും. അതായത് സാവർണികമായിരിക്കുന്ന അവസ്ഥയിലേക്ക്, വർണ്ണമേകമാകുന്ന അവസ്ഥയിലേക്ക്, എന്നുവെച്ചാൽ ഏകത്വത്തിലേക്ക്, ആധുനികമായിരിക്കുന്ന ധനികമായിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക്, വസുദൈവ കുടുംബകം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിലേക്കുള്ള സഞ്ചാരത്തിലുള്ള സാവർണിക മനുവിന്റെ അത്തരത്തിലുള്ള മനുഷ്യരുടെ ലോകത്താണ് ആധുനികത. എന്ന് വെച്ചാൽ സർവ്വതിനെയും ഹിംസിക്കാതെ സംരക്ഷിച്ചുകൊണ്ട് അഹിംസാവാദത്തിലൂടെ സർവചരാചരങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള, സംരക്ഷിച്ചുകൊണ്ടുള്ള സൃഷ്ടിയുടെ പരംവൈഭവത്തെക്കുറിച്ച് ബോധ്യമുള്ള, ദൈവം എന്തെന്നുള്ള പൂർണ്ണ ചിന്തയുള്ള, പരബ്രഹ്മത്തെയും അപരബ്രഹ്മത്തെയും പരമാണുവിനെയും പരമശിവനെയും എല്ലാം തിരിച്ചറിയുവാൻ പാകത്തിന് സർവജ്ഞാനവും തികഞ്ഞ മനുഷ്യരുടെ ലോകമാണ്. ഏകതയിലേക്കുള്ള, വർണ്ണമേകമാകുന്ന അവസ്ഥയിലേക്കുള്ള സാവർണിക മനുഷ്യരുടെ കാലമാണ്. ആ ധനികതയാണ്, ആ ധനികമായിരിക്കുന്ന, ആധുനികമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരമാണ് മനുഷ്യൻ ഇന്ന് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവിടെയും പ്രശ്നങ്ങളുണ്ട്. ദൈവം എന്താണെന്ന് കണ്ടെത്തി, നമ്മളുടെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന വൈഭവം എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയപ്പോ ആ കണ്ടെത്തിയതിനെ ഒരു കാലഘട്ടത്തിൽ കുഴിച്ചു മൂടിക്കൊണ്ട് ആ ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാതെ അത് എവിടെയോ മറഞ്ഞു പോകുകയും, ദൈവം എന്ന് പറയുന്നത് ശാസ്ത്ര വിഷയമല്ലാതെ അഭിപ്രായങ്ങൾ മാത്രമായി, മതങ്ങൾ മാത്രമായി അധപ്പതിക്കുകയും, ദൈവം എന്ന് പറയുന്ന ഏകതയിലേക്കുള്ള ആ സഞ്ചാരത്തിൽ ചിന്താധാരയെ മുഴുവൻ തച്ചു തകർത്തുകൊണ്ട് മതങ്ങൾ, അഭിപ്രായങ്ങൾ പ്രത്യക്ഷമാവുകയും ആ അഭിപ്രായങ്ങളിൽ മാറ്റം വരുത്താതെ മനുഷ്യർ ഏകമായിരിക്കുന്ന ആ ലക്ഷ്യത്തെ, ദൈവം എന്ന് പറയുന്ന ആ ശാസ്ത്ര സത്യത്തെ തിരിച്ചറിയാതെ, ആ പരമസത്യത്തെ തിരിച്ചറിയുവാൻ ശേഷിയില്ലാത്ത രീതിയിൽ അഭിപ്രായങ്ങളിൽ മാത്രം, ഓരോ ആളുകളുടെ അഭിപ്രായങ്ങളിൽ മാത്രം കണ്ണുടക്കി, മനസ്സുടക്കി, ശരീരമുടക്കി മതവിഭാഗങ്ങളായിട്ട് രാജ്യങ്ങളെ, ദേശങ്ങളെയെല്ലാം പങ്കിട്ടെടുത്തു. അല്ലാതെ ഈ മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യന് ഏത് സാഹചര്യത്തിലാണ് ഈ മതം എന്ന അഭിപ്രായങ്ങളിലേക്ക് കടന്ന്, ജീവിതത്തിലേക്ക് കടന്ന്, ആ മതം എന്നതിലൂടെ ജീവിതത്തിലേക്ക് വന്നത്? മനുഷ്യനെ മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യനാവുമ്പോ ഇങ്ങനെ അഭിപ്രായങ്ങൾക്ക് പുറകെ പോകേണ്ടത്. അതെ, എല്ലാ വിഷയവും പോലെ ഒരു വിഷയം മാത്രമാണ് തിയോളജി, ദൈവശാസ്ത്രം. അത് പഠിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു ശാസ്ത്രത്തെ പഠിക്കാതെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നായിട്ട്, അതിന് അന്ധവിശ്വാസത്തിന്റെ നിറപ്പകട്ടോട് കൂടിയിട്ട്
ഒരു ആരാധനാ സമ്പ്രദായത്തിലൂടെ മാത്രം, അല്ലെങ്കിൽ ഒരു പുരോഹിത വംശത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ അണ്ടറിൽ മാത്രം ദൈവത്തെക്കുറിച്ച് അഭിപ്രായങ്ങളിൽ മാത്രം കൊരുത്ത് കിടക്കുകയാണ്. ശാസ്ത്രത്തിന്റെ പുരോഗതിയെക്കുറിച്ചോ ശാസ്ത്രത്തിന്റെ ആധുനികമായിരിക്കുന്ന കണ്ടെത്തലുകളെ കുറിച്ചോ അഭിമാനവും ഒന്നും തോന്നാത്ത രീതിയിൽ നമ്മൾ ഇപ്പോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ആധുനികതയിലേക്കല്ല, ശരിക്കും അധപ്പതനത്തിലേക്കാണ്. അതെ, അപ്പൊ മനുഷ്യന് ശേഷി ഉണ്ടായിരുന്ന ഒരു കാലം, മനുഷ്യത്വം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നാണല്ലോ അങ്ങ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അവിടെ നിന്ന് ഈ വ്യതിയാനം എങ്ങനെ സംഭവിച്ചു എന്നാണ്? വ്യതിയാനം സംഭവിച്ചത് മനുഷ്യന്റെ ഭക്ഷണ രീതിയിലേക്ക് വന്ന ആമാശയത്തിൽ വന്ന വലിയ മാറ്റം. ആ വലിയ മാറ്റമാണ് മനുഷ്യനെ വീണ്ടും ആധുനിക മനുഷ്യൻ എന്നുള്ളൊരവസ്ഥയിൽ നിന്നും ആദിമ മനുഷ്യനിലേക്ക് വീണ്ടും എത്തിച്ചു നിൽക്കുക. അപ്പൊ വീണ്ടും പച്ചമാംസം കഴിക്കുന്ന രീതിയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ച് നിൽക്കുകയാണ്. അതായത് ആധുനികമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നവര് മതചിന്തകളാൽ, വിഭാഗീയതയാൽ വേർപിരിഞ്ഞ് പരസ്പരം ശിഥിലീകരിക്കുവാൻ, വംശഹത്യക്ക്, കൂട്ടമരണങ്ങൾക്കും കാരണമായിട്ട് ഈ ദൈവം എന്ന് പറയുന്ന ആ സങ്കല്പത്തെ ഉപയോഗിക്കുവാൻ തുടങ്ങി. മതം അങ്ങനെ അങ്ങനെയുള്ള ഒരു ചോദ്യം ഇത്. അപ്പൊ മനുഷ്യത്വം എന്നുള്ള ഒരു സംഭവം, മനുഷ്യത്വം മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുവാനുള്ള ശേഷിത്വമാണ് മനുഷ്യത്വം. ആത്മാവ്, മനസ്സ്, ശരീരം എന്നിവയെ തിരിച്ചറിയുവാനും അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഇതെന്താണെന്ന് തിരിച്ചറിയുവാനുമുള്ള ശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യത്വം മരവിച്ചു. സംസാര ഭാഷ എപ്പോഴും പറയാറുണ്ട് നിന്റെ മനുഷ്യത്വം ഇല്ലാത്തവനാണെന്ന് പറയാറുണ്ട്. ഇപ്പൊ മതത്വം മാത്രമല്ലേ ഉള്ളൂ, മനുഷ്യത്വം ഉണ്ടോ? അങ്ങ് പറയും. അവിടെയാണ് അറിയേണ്ടത്. അപ്പം നമ്മൾ ഇപ്പോ നടമാടിക്കൊണ്ടിരിക്കുന്നത് മതത്വമാണ്, മനുഷ്യത്വമല്ല. ഒരിക്കലും അല്ലല്ലോ. മതത്വത്തിലേക്ക് തിരിച്ചു വന്നു. ആധുനികൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും ആദിമ മനുഷ്യനിലേക്ക് തിരിച്ചു വന്നു. ആദിമ മനുഷ്യനിലേക്ക് തിരിച്ചു വന്നപ്പോ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പച്ചമാംസം കഴിക്കുന്ന രീതിയിൽ, വേണ്ടത്ര രീതിയിൽ പാകം ചെയ്യാതെ മാംസം കഴിക്കുന്ന രീതിയിലേക്ക് അധപ്പതിച്ചു വന്നു. എപ്പോൾ കഴിക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ കിടക്കണം, ഒന്നിനും കാലാവസ്ഥകൾക്ക്, കാറ്റിനും ഒന്നും സ്വാധീനമില്ലാതെ മതങ്ങൾ ഇതെല്ലാത്തിലും ഇടപെടും. അപ്പൊ നമ്മുടെ സ്വകാര്യതയിൽ പോലും, സ്വകാര്യ അവയവങ്ങളിൽ പോലും മതം കൈകടത്താൻ തുടങ്ങുമ്പോൾ കാറ്റിന്റെയും കാലാവസ്ഥയുടെയും ഋതുക്കളുടെയും സഞ്ചാരത്തിനനുസരിച്ചുണ്ടായിരുന്ന ജീവിത രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മതചിന്തകളിലൂടെ നമ്മൾ മാറിയപ്പോൾ നമ്മളുടെ മനുഷ്യത്വം, അത് മനസ്സിലാക്കാനുള്ള ആ ശേഷിത്വം നമുക്ക് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ മതത്വത്തിലേക്ക് മാറിയപ്പോൾ നമ്മളുടെ മഹത്വം നഷ്ടപ്പെട്ട് നമ്മൾ ആരായി? വെറും അഭിപ്രായം പറയുന്നവർ മാത്രമായി, മതം പറയുന്നവർ മാത്രമായി. അപ്പൊ നമ്മൾ മനുഷ്യനല്ലാതായി. ഈ മതവും ദൈവവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അഭിപ്രായമല്ല. ദൈവം ശാസ്ത്ര വിഷയമാണ്, ഏറ്റവും വലിയ ശാസ്ത്ര വിഷയമാണ്. കാരണം സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന വൈഭവത്തെക്കുറിച്ചുള്ള സയൻസാണ് തിയോളജി, ദൈവശാസ്ത്രം. അത് ശാസ്ത്ര വിഷയമാണ് പൂർണ്ണാർത്ഥത്തിൽ. ആ ശാസ്ത്ര വിഷയങ്ങളിൽ നിന്നും വിട്ടിട്ട് അത് അശാസ്ത്രീയത കൈയടക്കിയപ്പോൾ നമ്മളുടെ സ്വസ്ഥയും സമാധാനവും നഷ്ടപ്പെട്ടു. ലോകങ്ങളെ പങ്കുവെച്ചെടുത്തു അഭിപ്രായങ്ങൾ. അപ്പൊ അവിടെ മനുഷ്യത്വം മരവിക്കും. മനുഷ്യത്വം നഷ്ടപ്പെട്ട മനുഷ്യര് ഇന്ന് ദൈവത്തെ അഭിപ്രായ രൂപേണ കാണുകയാണ്. അതെ, ദൈവത്തെ അഭിപ്രായ രൂപേണ കാണുന്നതിനല്ലേ അന്ധത്വം എന്ന് പറയുന്നത്. അതെ, ആ അന്ധത്വമല്ലേ അന്ധവിശ്വാസം? അതെ, അന്ധത്വമാണ്. ഈ അന്ധവിശ്വാസം ജനങ്ങളിൽ നിന്ന് കുത്തി നിറയ്ക്കുന്ന ആളുകള് പ്രവാചകന്മാരോ ആചാര്യന്മാരോ ആയിട്ട് നിൽക്കുമ്പോൾ അവർക്കല്ലേ മനുഷ്യത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെയാ? മതത്തുള്ളവന് മനുഷ്യത്വം ഉണ്ടാകണം എങ്ങനെയാ? മനുഷ്യനാണെങ്കിൽ മതത്തെ ഉപേക്ഷിക്കേണ്ടി വരും, അറിവിനെ സ്വീകരിക്കേണ്ടി വരും, അറിവിൽ അഭയം തേടേണ്ടി വരും, ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കേണ്ടി വരും. ശാസ്ത്രത്തിൽ എന്തുകൊണ്ട് വിലയം പ്രാപിക്കാതിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് അർത്ഥമാക്കേണ്ടത് അഭിപ്രായങ്ങളിൽ മാത്രമാണ് നിൽക്കുന്നത്, അറിവിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അറിവിനെ ഭയക്കുന്നു. അല്ല, അപ്പോ വലിയൊരു സംഭവം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ മനുഷ്യനെ മതത്തിന്റെ വേലിക്കെട്ടിനകത്ത് കൂട്ടിക്കെട്ടിയിരിക്കുക. ആർക്കും ആ വേലിക്കെട്ടിന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ വിവിധങ്ങളായ മതങ്ങൾ, വിവിധങ്ങളായ അഭിപ്രായങ്ങളാൽ കൂട്ടിക്കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരാൾക്ക് പോലും അതിന് പുറത്തേക്ക് പുറംചാടാൻ പറ്റാത്ത അത്രമാത്രം ബലവത്താക്കി അന്ധത്വത്തിൽ ആഴ്ത്തിയിട്ടിരിക്കുകയാണ് മനുഷ്യനെ, അല്ലേ? തീർച്ചയായിട്ടും. അതിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് ആരെങ്കിലും മനുഷ്യന് വിചാരിച്ചാൽ
അവനെ അതിന് സമ്മതിക്കാത്ത തരത്തിലേക്ക് ഈ മതാന്തത്വം മതമേധാവിത്വം വളർന്നു കഴിഞ്ഞു ഇല്ലേ? ലോകം മതാന്തതയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ അവിടെയാണ് ഹിംസയ്ക്ക് പ്രാധാന്യം വരുന്നത്. ആചാരം കൊണ്ടോ ആഹാരം കൊണ്ടോ ഒന്നിനെയും ഹിംസിക്കാതെ സാത്വികമായിട്ടുള്ള ഭക്ഷണം ശീലിക്കുന്ന, ആത്മാവിനെ ദർശിക്കുവാൻ കഴിവുള്ള, സർവാത്മാവിനും വില കൽപ്പിക്കുന്ന, ഏതൊരാത്മാവും തന്റെ ആത്മാവിന് തുല്യമാണ് എന്ന് പറയുന്ന, ശരീരത്തിൽ ആത്മാവിനെ ദർശിക്കുവാൻ കഴിയുന്ന, മനസ്സിനെ ദർശിക്കുവാൻ കഴിയുള്ള മനനശാലിയായിട്ടുള്ള ആധുനികൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഒരിക്കലും ഒരു മതവാദിക്ക് ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ ആ രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനോ കഴിയില്ല. കാരണം അയാൾ മതത്വത്തിലാണ് വിശ്വസിക്കുന്നത്, മനുഷ്യത്വത്തിലല്ല. മനുഷ്യത്വം മതത്താൽ നഷ്ടപ്പെടും. മതത്തിൽ വിശ്വസിക്കുന്നവന് മനുഷ്യത്വം നഷ്ടപ്പെട്ടിരിക്കും. കാരണം മനുഷ്യത്വം തൊട്ട് തീണ്ടാത്തതാണ് മതം പറയുന്നത്. മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത കാര്യങ്ങളാണ് മതങ്ങൾ ചിന്തിക്കുന്നത്. ഈ മതവാദമാണ് ശാസ്ത്രത്തിലും വരുന്നതെങ്കിൽ ശാസ്ത്രം ഉണ്ടാക്കുന്നത് ബോംബുകളായിരിക്കും, അണുവായുധങ്ങളായിരിക്കും. കാരണം ശാസ്ത്രവും മതത്തിന് വേണ്ടിയിട്ടാണ് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്.